ഹലോ, വെൽക്കം ടു സാൻസ് കിച്ചനറ്റ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കായ ചിക്കൻ കൊഴുക്കട്ടയാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ, 2 ചെറിയ ഉള്ളി, 1 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും ഒരൽപ്പം വെള്ളം ചേർത്ത് അരച്ചെടുത്ത ഈ അരപ്പ് ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കൊഴുക്കട്ടയിലേക്ക് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 150 ഗ്രാം ബോൺലെസ് ചിക്കൻ, ആവശ്യത്തിന് ഉപ്പും ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചതിന് ശേഷം ഇതൊന്ന് പിച്ചിയെടുത്തതാണിത്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 സവാള, 1 പച്ചമുളകും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്താണ് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ സവാള വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാം. ഞാനിവിടെ ഇതുപോലത്തെ ഒരു മോൾഡിലാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. മോൾഡ് ഇല്ലെങ്കിൽ സാധാരണ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് പോലെ ചെയ്താലും മതി. ഇനി മാവ് മോൾഡിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരൽപ്പം എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് പുരട്ടി കൊടുക്കാം. ഇനി കുറച്ച് മാവെടുത്ത് ഇതുപോലെ വെച്ചു കൊടുക്കാം. അതിനുശേഷം ഫില്ലിങ് കൂടി വെച്ച് ഇത് നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാ കൊഴുക്കട്ടകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ഒരു 15 മിനിറ്റ് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ കൊഴുക്കട്ട തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ മാവ് തേങ്ങയും പെരിഞ്ജീരകവും ഒക്കെ ചേർത്ത് കുഴച്ചെടുത്തതുകൊണ്ട് ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.